ഹായ് ഓൾ, വെൽക്കം ടു കോമഡി ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കിന്ന് കേറ്ററ്റിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സൈക്കോളജി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് നമ്മുടെ CC ഒട്ടനവധി കുട്ടികൾ കേറ്ററ്റ് ക്വാളിഫൈ ആയി പോയിട്ടുണ്ട്. അത് നമുക്ക് സർവീസ് ടീച്ചേഴ്സ് അടക്കം ഒട്ടനവധി വളരെ ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഒരു എന്താ പറയുക, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. നമുക്കിങ്ങനെ ഒത്തിരി റിസൾട്ട് ഇങ്ങനെ കാണുമ്പോൾ അല്ലേ, ഇത്രയൊന്നും അല്ല റിസൾട്ട്, നമുക്ക് ഒത്തിരി റിസൾട്ട് നമുക്ക് ഈ PPT ഒതുക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിസൾട്ട് നമുക്ക് എല്ലാ പ്രാവശ്യവും കേട്ടിട്ട് കഴിയുമ്പോൾ സർവീസ് എക്സാംസ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് നമുക്കറിയാം സർവീസ് ടീച്ചേഴ്സിന്റെ കേട്ടിട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലേ. നമുക്കറിയാം സൺഡേയും സാറ്റർഡേ ആയിരുന്നു എക്സാംസ് വരുന്നത്. അപ്പൊ K1 K2 നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ സർവീസ് ടീച്ചേഴ്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് ക്വാളിഫൈ ആവോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇനിയും ക്വാളിഫൈ ആകാത്തവരുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു കേട്ടിട്ട് നമുക്ക് അവസരമുണ്ട് അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം കേറ്ററ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാളിഫൈ ആകുക എന്നുള്ളത് വളരെ നിർണായകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മളെക്കാൾ ഉപരി, അല്ലെങ്കിൽ എന്നെക്കാൾ ഉപരി വളരെ നല്ല രീതിയിൽ ഇത് കാണുന്നവർക്കും ഒക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അല്ലേ, എസ്പെഷ്യലി നമ്മൾ സർവീസിലിരിക്കുന്ന ടീച്ചേഴ്സിന്. അപ്പോൾ ദെൻ നമുക്ക് ഇതിന്റെ കുറച്ച് PYQ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. നോക്കിക്കോളാം. ഫസ്റ്റ് നോക്കിക്കേ, എബ്രഹാം മാസ്ലോന്റെ ആവശ്യങ്ങളുടെ ശ്രേണി അനുസരിച്ച് ഒരു കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് എബ്രഹാം മാസ്ലോന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറിയാണ് അല്ലെ. സെൽഫ് ആക്ച്വലൈസേഷൻ ഇത് നിരന്തരം ചോദിക്കുന്നതാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന തിയറി ഇത് നിരന്തരം ചോദിക്കുന്നതാണ് എബ്രഹാം മാസ്ലോ. അപ്പൊ നമ്മളൊരു ത്രികോണം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എബ്രഹാം മാസ്ലോ എന്ന് പറയുമ്പോൾ ത്രികോണം ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരു കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ശാരീരികപരമായ ആവശ്യം അല്ലെ. ഏതാണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് വരുന്നത് അല്ലെ. ഫിസിയോളജിക്കൽ നീഡ്സ്. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് എബ്രഹാം മാസ്ലോന്റെ തിയറി നമ്മൾ പഠിച്ചു വെക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്കൊരു ത്രികോണം വരച്ചിട്ട് നമ്മൾ അതിനെ ഒരു 5 പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ. അതായത് ഫസ്റ്റ് എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെ. ഫിസിയോളജിക്കൽ നീഡ്സ് അതിൽ ഏതൊക്കെ വരും? നമുക്ക് ബ്രീത്ത്, ഫുഡ്, വാട്ടർ, സെക്സ്, സ്ലീപ്പ്, ഇതൊക്കെ നമുക്ക് ഏതിൽ വരുന്ന ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സ് ആണ് വരുന്നത് അല്ലെ. ദെൻ നെക്സ്റ്റ് സേഫ്റ്റി നീഡ്സ്, അതായത് സുരക്ഷിതത്വ ആവശ്യം എന്ന് പറയും. സുരക്ഷിതത്വം അല്ലെ, സുരക്ഷിതത്വം. അത് ഏതൊക്കെയായിരിക്കാം? സെക്യൂരിറ്റി അല്ലെ, സെക്യൂരിറ്റി ഓഫ് ബോഡി, എംപ്ലോയ്മെന്റ്, റിസോഴ്സസ്, ഫാമിലി, ഇതൊക്കെ നമുക്ക് എന്താണ്? സേഫ്റ്റിയിൽ വരുന്നതാണ് അല്ലെ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, സ്നേഹം അല്ലെ. സ്നേഹം, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, സെക്ഷൽ ഇന്റിമസി, ഇതൊക്കെ വേണം അവിടെ അല്ലെ. മൂന്നാമത്തെ. ദെൻ നെക്സ്റ്റ് നാലാമത്തെയാണ് എസ്റ്റീം, സെൽഫ് എസ്റ്റീം എന്ന് പറയും അല്ലെ. സെൽഫ് എസ്റ്റീം, അവിടെ എന്ത് വരും? നമുക്ക് കോൺഫിഡൻസ് വേണം, അച്ചീവ്മെന്റ്സ് വേണം, റെസ്പെക്ട്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം അല്ലെ, റെസ്പെക്ട് ബൈ അതേഴ്സ് വേണം. ഇനി ദെൻ നെക്സ്റ്റ് ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് എന്ത്? സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് ആത്മസാക്ഷാത്കാരം അല്ലെ. ആത്മസാക്ഷാത്കാരം, അവിടെ മൊറാലിറ്റി, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ്, ലാക്ക് ഓഫ് പ്രെജുഡീസ്, അക്സെപ്റ്റൻസ് ഓഫ് ഫാക്ട്സ്, ഇതൊക്കെ നമുക്ക് എന്താണ്? ഈ സെൽഫ് ആക്ച്വലൈസേഷനിൽ വരുന്നതാണ്. ഇനി ഇവിടെ ചോദിക്കുക, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം ഏത് എന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? ഏറ്റവും ആദ്യത്തെ ഏതാണ്? ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സ് ആണ് അല്ലെ. ഇനി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഏത് എന്ന് ചോദിക്കാം അല്ലെ. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ തവണത്തെ സർവീസ് ടീച്ചേഴ്സിന് വന്ന ചോദ്യമാണ്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് ചോദിക്കാം. അതായത് ഇവിടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സിനും ലവ് ആൻഡ് ബിലോങ്ങിനെസിനും ഇടയിലുള്ളത് ഏതും ചോദിക്കാം. അപ്പൊ അതേതാണ്? സേഫ്റ്റി നീഡ്സ് ആണ് അല്ലെ. അല്ലെങ്കിൽ ലവ് ആൻഡ് ബിലോങ്ങിനെസിനും സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിക്കും ഇടയിലുള്ളത് ഏതെന്ന് ചോദിക്കാം. സെൽഫ് എസ്റ്റീം നീഡ്സ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഇത് ഇടയിലുള്ളത് ഏത്, ആദ്യത്തെ ഏത്, മൂന്നാമത്തെ ഏത്, രണ്ടാമത്തെ ഏത്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന്റെ ഇടയിലുള്ളത് ഏത്, ഇങ്ങനെ പല ടൈപ്പില് നമുക്ക് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി മാറി മാറി അപ്പൊ അതുകൊണ്ട് ഇത് മറന്നു പോകരുത്. വളരെ ക്ലിയർ കട്ടായിട്ട് അവിടെ പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാംസിന് വേണ്ടി പോകാനായിട്ട്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളുക. ഭാഷ കേട്ട് മനസ്സിലാക്കാനും പറയാനും വായിക്കാനും എഴുതാനും കണക്ക് കൂട്ടാനുമുള്ള ശേഷികൾ നേടുന്നതിലും ഉപയോഗിക്കുന്നതിലും കാര്യമായ വിചിന്തനത്തിൽ വരുന്ന ഒരു കൂട്ടം വ്യത്യസ്ത വൈകല്യങ്ങളെയാണ്
എന്ത് വിളിക്കുന്നത്? പഠന വൈകല്യങ്ങൾ എന്ന് വിളിക്കുന്നതാണോ? പഠന തകരാറുകളാണോ? പഠന വ്യത്യാസങ്ങളാണോ? പഠന വിഷമങ്ങളാണോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരു കൂട്ടം വ്യത്യസ്ത വൈകല്യങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതാണെന്ന് അല്ലെ. അപ്പൊ ഇവിടെ എന്തൊക്കെ ഡിസബിലിറ്റീസ് ഉണ്ട്? അതായത് പറയാൻ, വായിക്കാൻ, കണക്ക് കൂട്ടാൻ അല്ലെ, ഇതിലൊക്കെ ഡിസബിലിറ്റീസ് ഉണ്ട്. ഒരു കൂട്ടം വൈകല്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനെന്താണ്? ലേണിംഗ് ഡിസബിലിറ്റി അല്ലെ. അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട അനദർ എബ്രഹാം മാസ്ലോന്റെ തിയറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന തിയറിയിൽ വരുന്നത്. ഇനി ലേണിംഗ് ഡിസബിലിറ്റീസ് എത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് അവിടെ പഠിച്ചു വെക്കേണ്ട ലേണിംഗ് ഡിസബിലിറ്റീസ്? ഒന്ന് ഡിസ്ഗ്രാഫിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്നോമിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഫേർസിയ, ഫേർസിയ. ഇത്രയും കറക്റ്റ് ആയിട്ട് അവിടെ പഠിക്കണം. ഇനി ഡിസ്ഗ്രാഫിയ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഡിസ്ഗ്രാഫിയ അത് എഴുത്ത് വൈകല്യമാണ് അല്ലെ, എഴുത്ത് വൈകല്യമാണ്. ഇതെങ്ങനെ വരും? അതായത് സി എന്ന് എഴുതുമ്പോ തിരിഞ്ഞു പോകും അല്ലെ. ഇനി ബി എന്ന് എഴുതാൻ പറയുമ്പോ ഡി എന്ന് എഴുതും അല്ലെ. ബെഡ് എന്ന് എഴുതാൻ പറയുമ്പോ ഡബ് എന്ന് എഴുതും. ഇതൊക്കെ എന്താണ്? ഡിസ്ഗ്രാഫിയാണ്, എഴുത്ത് വൈകല്യമാണ്. നെക്സ്റ്റ് ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ എന്താണ്? വായനയാണ് അല്ലെ, വായനാ വൈകല്യമാണ്. വായനാ വൈകല്യം, വിട്ട് വായിക്കുക, ചേർത്ത് വായിക്കേണ്ട സ്ഥലത്ത് വിട്ട് വായിക്കുക, ചേർത്ത് വായിക്കേണ്ടാത്ത സ്ഥലത്ത് ചേർത്ത് വായിക്കുക, അങ്ങനെ പല ആ ഒരു വായനാപരമായിട്ടുള്ളത്. നെക്സ്റ്റ് ഡിസ്പ്രാക്സിയ എന്ന് പറയുമ്പോൾ എന്താണ്? പേശീപരമായിട്ടുള്ള വൈകല്യം. പേശീപരമായിട്ടുള്ള വൈകല്യം കാരണം നമുക്ക് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ. നെക്സ്റ്റ് വരുന്ന ഡിസ്കാൽക്കുലിയ. ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഗണന വൈകല്യമാണ് അല്ലെ, ഗണന വൈകല്യം. ഇവിടെ നമുക്ക് എന്ത് വരും? അതായത് ഇപ്പോ ഒരു കുട്ടിക്ക് പ്ലസ് ഇൻറ്റു ഒക്കെ ആയിട്ട് തിരിഞ്ഞു പോകും, അല്ലെങ്കിൽ മൈനസ് ഹരണമായിട്ട് തിരിഞ്ഞു പോകും. നെക്സ്റ്റ് 9 6 ചിലപ്പോൾ കുട്ടി വായിക്കും. അതായത് 96 നിന്ന് 69 കുറയ്ക്കാനായിട്ട് പറയുകയാണെങ്കിൽ കുട്ടി എന്ത് ചെയ്തു? 69 നിന്ന് 96 കുറച്ചു വെക്കും. പിന്നെ അതുകൂടാതെ ഈ കുട്ടികൾക്കൊക്കെ ക്ലോക്കിലെ സമയം മനസ്സിലാക്കാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കൂടാതെ ഈ വെയിറ്റ് ആൻഡ് മെഷേഴ്സ് അളന്ന് തിട്ടപ്പെടുത്തി നോക്കുക, അതുകൂടാതെ കടയിൽ പോയി ബാക്കി എമൗണ്ട് വാങ്ങിക്കുക, ഇതൊക്കെ അവർക്ക് ഭയങ്കര ഡിഫിക്കൽറ്റിയാണ് ഈ ഡിസ്കാൽക്കുലിയ നേടുന്ന കുട്ടികൾ. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്നോമിയ. ഡിസ്നോമിയ എന്ന് പറയുമ്പോൾ നാമവൈകല്യമാണ് കേട്ടോ, നാമവൈകല്യം, നാമം ഉച്ചരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഡിസ്ഫേർസിയ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് സംസാരിക്കാനുള്ളതാണ്, ലാംഗ്വേജ്. ഇതിൽ ഏറ്റവും കൂടുതൽ മാറി ചോദിക്കുന്നത് ഒന്ന് ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ. ഈ 4 എണ്ണമാണ് ഏറ്റവും കൂടുതൽ മാറി ചോദിക്കുക. വളരെ റയർ ആയിട്ട് ഡിസ്ഫേർസിയും ഡിസ്നോമിയ ഒക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഠന പ്രവർത്തനങ്ങൾ നേടുമ്പോൾ തന്നെ അതിന്റെ ഫലപ്രാപ്തി വിലയിരുത്തൽ നടത്തുന്നത് ഏത് തരം വിലയിരുത്തലാണ് എന്നാണ് ചോദിക്കുന്നത്. ഏത് തരം വിലയിരുത്തൽ? അത് പഠന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ അല്ലെ, നടക്കുമ്പോൾ തന്നെ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതിനെയാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഫോർ അല്ലെ, വേണ്ടി അല്ലെ, ഫോർ ആയുള്ള എന്ന് ഓർത്ത് വെച്ചാൽ മതി. പഠനത്തിനായുള്ള അല്ലെ വിലയിരുത്തൽ, ഫോർ. അതായത് പഠനം നടക്കുന്ന സമയത്ത് ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തുന്ന ആ ഒരു രീതി അല്ലെ. അപ്പൊ ഇവാലുവേഷൻ ടൈപ്പ് ഏതാ ഇതിനകത്ത്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ് അല്ലെ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഇടയ്ക്കിടയ്ക്ക് ടീച്ചർ വിലയിരുത്തും. ഇതിന്റെ ഗുണം എന്താ? കറക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടും അല്ലെ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുമ്പോൾ എന്താണ്? അസസ്മെന്റ് ആസ് ലേണിംഗ്, തന്നെ എന്ന് ഓർത്ത് വെക്കാം. ഈ ഒരു പോയിന്റ് അവിടെ ഓർത്ത് വെക്കണേ, ആസ്, തന്നെ എന്നുള്ളത് ഓർത്ത് വെക്കാം. അതെന്താ സംഭവം? അതായത് സ്വയം വിലയിരുത്തലാണ്, സ്വയം വിലയിരുത്തലാണ്. അതായത് ഞാൻ എത്രത്തോളം പഠിച്ചു, ആ ഒരു കുട്ടി ക്ലാസ്സിലെ കുട്ടിയാണെന്ന് വിചാരിക്കും, ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എത്രത്തോളം പഠിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇനി പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയും പഠിച്ചാൽ മതിയോ എന്നൊക്കെ സ്വയം വിലയിരുത്തുന്ന രീതി, അതിനെയാണ് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. അസസ്മെന്റ് ആസ് ലേണിംഗ്, തന്നെ വിലയിരുത്തൽ എന്ന്, ആസ് ലേണിംഗ്, അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഓഫ് ലേണിംഗ്, പഠനത്തെ എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പഠനത്തിനെ വിലയിരുത്തലാണ്. അപ്പോൾ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സെമ്മില്
മൊത്തം പഠിച്ച ആ ഒരു പഠനത്തെ വിലയിരുത്തൽ അന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഒരു സെമ്മിൽ അല്ലെങ്കിൽ ഒരു ഇയറിൽ അല്ലെ, ഇയറിൽ അല്ലെങ്കിൽ സെമ്മിൽ ഉള്ള ആ ഒരു മൊത്തം പഠനത്തെ എന്ന് ഓർത്ത് വെച്ചാൽ മതി. പഠനത്തെ അല്ലെ, പഠനത്തെ ഓഫ് വിലയിരുത്തുന്ന രീതിയാണ് ഏത്, പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതായത് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, സമ്മേറ്റീവ്. അതിന് ഇവാലുവേഷൻ സെക്ഷനിൽ നമ്മൾ എന്ത് വിളിക്കും, സമ്മേറ്റീവ് ഇവാലുവേഷൻ അല്ലെ, സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഇതൊന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ, സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഇത് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമുക്ക് ഇവാലുവേഷൻ തന്നെ നമുക്ക് 3 ടൈപ്പ് ഉണ്ട് അല്ലെ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇത് ഓർത്ത് വെക്കണം. ഇതും നമുക്ക് ഈ വിലയിരുത്തൽ, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ, അതും സൈക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒരു ഏരിയ ആണ്. അതുകൂടാതെ പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്, ശോധകമുണ്ട് അല്ലെ. അതായത് അച്ചീവ്മെന്റ് ടെസ്റ്റ്, അതുകൂടാതെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു വെക്കണം. ഇനി അതുകൂടാതെ നെക്സ്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, ഗ്രേഡിംഗ് അല്ലെ, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിംഗ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. വിലയിരുത്തൽ, അസസ്മെന്റ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഒന്നെങ്കിൽ വിലയിരുത്തലായിരിക്കും, അല്ലെങ്കിൽ ഇവാലുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ചോദിക്കുക. അപ്പൊ എത്ര പോയിന്റ് ഓഫ് ഗ്രേഡ്, 5 പോയിന്റ് ഓഫ് ഗ്രേഡ്, അങ്ങനെ ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് അല്ലെ. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്താണ്, റിലേറ്റീവ് ഗ്രേഡിംഗ് എന്താണ് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ക്ലാസ് മുറിയിൽ പഠനം നടക്കുമ്പോൾ അതിന്റെ ഫലപ്രാപ്തിക്ക് വിലയിരുത്തുന്നതാണ് നമ്മൾ പഠനത്തിനായുള്ള അല്ലെ, അതിനു വേണ്ടി വിലയിരുത്തുന്നത്. നെക്സ്റ്റ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ എന്താ, അവിടെ നിശ്ചിത കാലയളവിന് ശേഷം അല്ലെ, നിശ്ചിത കാലയളവിന് ശേഷം പഠനത്തെ, മൊത്തം പഠനത്തെ. ഓക്കെ, ഇനി വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുമ്പോൾ എന്താണ്, പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി തന്റെ തന്നെ കഴിവുകളെ വിലയിരുത്തുന്ന ഒരു പ്രക്രിയ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. PWD ആക്ട് പാസ്സാക്കിയ വർഷം ഏത്? ഇതും സ്ഥിരം ചോദിക്കുന്നതാണ്. നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസം അല്ലെ, PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. ഇത് ഏത് വർഷമാണ് പാസ്സാക്കിയത്? 1995 അല്ലെ. ഇത് സിമ്പിൾ ആണ്, പക്ഷെ ഇങ്ങനെയല്ല, പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാം. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഓർത്ത് വെക്കണം. അതായത് PWD ആക്ട് 1995 അല്ലെ, 1995, മെന്റൽ ഹെൽത്ത് ആക്ട് 1987, നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999, RTE ആക്ട് 2009, ഇനി RCI ആക്ട് 1992, RPWD ആക്ട്, അതായത് PWD ആക്ട് തന്നെ വീണ്ടും റിവൈസ് ചെയ്ത് വന്നു. അതായത് 2016 അല്ലെ, 2016. ഇനി ഇവിടെ നമ്മൾ ആദ്യം 7 വൈകല്യങ്ങളായിരുന്നു, പിന്നീട് ഒരു 14 വൈകല്യങ്ങൾ കൂടി എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു അല്ലെ. അന്നൊക്കെ കറക്റ്റ് പഠിക്കണം. പിന്നെ അത് കൂടാതെ ഇത് ജസ്റ്റ് ഒരു ഇയർ മാത്രം പഠിച്ചു വെച്ചാൽ പോരാ. അതായത് ഇപ്പോൾ 2016 അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കിയത് എന്ന്, ഇത് വന്നത് എന്ന്, നടപ്പിലാക്കിയത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ ഇയർ മാത്രമല്ല, ഇവിടെ ഡേയും അതുകൂടാതെ മന്തും കൂടി ഇവിടെ പഠിച്ചു വയ്ക്കുന്ന ഉപകാരമായിരിക്കും. കാരണം അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എക്സാക്ട് അതിന്റെ ഇയറും അതുകൂടാതെ ഡേറ്റും മന്തും പഠിക്കുക. പിന്നെ അതുകൂടാതെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, മെന്റൽ ഹെൽത്ത് ആക്ട് ആയാലും നാഷണൽ ട്രസ്റ്റ് ആക്ട് ആയാലും RTE ആക്ട് ആയാലും എന്തിനു വേണ്ടിയിട്ടാണ് എന്നുകൂടി അവിടെ ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് നോക്കിക്കേ, ഗോർഡൻ W ആൽപോർട്ട് മുന്നോട്ട് വെച്ച വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെട്ട ട്രൈറ്റ് തിയറിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ്, പ്രൈമറി ട്രൈറ്റ്. ഏതായിരിക്കും അവിടെ? പ്രൈമറി ട്രൈറ്റ് അല്ലെ. മെയിൻ ആയിട്ട് നമുക്ക് വ്യക്തിത്വ പഠന ട്രൈറ്റ് തിയറിയിൽ, ആൽപോർട്ടിന്റെ ട്രൈറ്റ് തിയറിയിൽ പറയുന്നത് ഒന്ന് കാർഡിനൽ, സെൻട്രൽ ആൻഡ് കാർഡിനൽ ട്രൈറ്റ് അല്ലെ, കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ് ആൻഡ് സെക്കൻഡറി അല്ലെ, സെക്കൻഡറി ട്രൈറ്റ്. ഇനി കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് എപ്പോഴും ഒരു വ്യക്തിയിൽ നിഴലിക്കുന്ന അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു സ്വഭാവ സവിശേഷത, ഇതിനെയാണ് നമ്മൾ എന്താണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഗാന്ധിജിയുടെ അഹിംസ ആൽപോർട്ടിന്റെ ട്രൈറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട് ഏത് അല്ലെങ്കിൽ ഏത് തിയറി അല്ലെങ്കിൽ ഏത് സെക്ഷനിലാണ് വരുന്നതെന്ന് ചോദിക്കുക. അതെന്താണ്? കാർഡിനൽ ട്രൈറ്റ്. ഗാന്ധിജിയിൽ എപ്പോഴും കാണുന്നത് ഏതാ? ഈ അഹിംസയാണ്. അഹിംസ എന്ന് പറയുന്ന തത്വമാണ് അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ചാർലി ചാപ്ലിനിൽ കാണുന്ന നർമ്മബോധം, അത് അദ്ദേഹത്തിന്റെ ഏത് ട്രൈറ്റ് ആണെന്ന്, അതാണ് കാർഡിനൽ ട്രൈറ്റ് ആണ് അല്ലെ. ഇനി അപ്പോൾ ഒരു വ്യക്തിയിൽ എപ്പോഴും നിഴലിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയുണ്ട്, ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർഡിനൽ ട്രൈറ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ രമേശ് പിഷാരടിയുടെ ഒക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അദ്ദേഹം സ്റ്റേജിലും അഭിമുഖത്തിലൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും തമാശ പറയുകയും ചെയ്യുന്നത് കണ്ടിട്ട് അല്ലെ. അപ്പൊ അതെന്താണ്? അദ്ദേഹത്തിന്റെ ഒരു കാർഡിനൽ ട്രൈറ്റ്, അതായത് തമാശ പറയുക, മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ളത്, ആ ഒരു സവിശേഷത അയാളിൽ എപ്പോഴും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ എപ്പോഴും നിലനിൽക്കുന്നു.
അപ്പോൾ അതെന്താണ്, ഒരു കാർഡിനൽ ട്രൈറ്റ് ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് കാർഡിനൽ ട്രൈറ്റിന്റെ അത്ര ഇല്ലെങ്കിലും അതിന്റെ തൊട്ട് താഴിലായിട്ട് കാണുന്നതാണ് എന്ത്, സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ അതീശത്വബോധം, വിധേയത്വം, ഇതൊക്കെ ഏതിലാ, സെൻട്രൽ ട്രൈറ്റിൽ വരുന്നതാണ്. ഇനി ദെൻ നെക്സ്റ്റ് സെക്കൻഡറി ട്രൈറ്റ് എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു സംഭവമാണ് സെക്കൻഡറി ട്രൈറ്റ്. അതായത് ദേഷ്യം, കരച്ചിൽ അല്ലേ, അല്ലെങ്കിൽ സങ്കടം, ഇതൊന്നും നമ്മൾ എപ്പോഴും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും കരച്ചിൽ വരും ഇല്ല, ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരും അല്ലേ. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഡ്രസ്സിങ് ചെയ്യും അല്ലേ. നമ്മളിപ്പോൾ അവിടുത്തെ യൂറോപ്യൻ കൺട്രീസിൽ പോയി നമ്മൾ സാരി ഇട്ട് നടക്കുമോ അല്ലെങ്കിൽ ചുരിദാറിട്ട് നടക്കും ഇല്ല, അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ആ ഒരു കോട്ടും സ്യൂട്ടും ജാക്കറ്റും ഇട്ടാലാണ് അവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ മാറും അല്ലേ. അപ്പോൾ അത് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഉള്ള അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെക്കൻഡറി ട്രൈറ്റ്, ചില പ്രത്യേക സാഹചര്യത്തിൽ. ഇനി അത് കഴിഞ്ഞ് യൂറോപ്പിൽ നിന്ന് വന്ന് നമ്മൾ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ കോട്ടും സ്യൂട്ടും ജാക്കറ്റും നടക്കുമോ ഇല്ല, ഇവിടെ ഭയങ്കര ചൂടാണല്ലേ. ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ നടക്കുന്നത് സാധാരണ നമ്മുടെ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ അതാണ് എന്ത്, സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സെക്ഷനാണ്, പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സെക്ഷനാണ്, ഇത് ഓർത്ത് വയ്ക്കണം. ഈ സെക്ഷനിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയും അതുകൂടാതെ ടൈപ്പ് അപ്രോച്ച്, ട്രൈറ്റ് അപ്രോച്ച്, ഇതൊക്കെ പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അത് മിസ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ എന്ന കൃതിയുടെ കർത്താവ് ആര് എന്നാണ് ചോദിക്കുന്നത്. ഇനി ദെൻ നെക്സ്റ്റ് പഠിച്ചു വെക്കേണ്ട കാര്യം, കുറേ അധികം സൈക്കോളജിസ്റ്റ് ഉണ്ട്, അവരുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കുറേ ടെക്സ്റ്റുകളുണ്ട്, അവരുടെ ഓതേഴ്സ് ആയിട്ട് വരുന്ന കുറേ ടെക്സ്റ്റുകളുണ്ട്, അതെന്താണെന്ന് പഠിക്കണം. അപ്പോൾ ഇവിടെ സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ BF സ്കിന്നർ, അത് ഓർത്ത് വയ്ക്കണം, BF സ്കിന്നർ. ഇനി കുറേ ആളുടെ സ്കിന്നറുടെ സമീപനം ഓർത്ത് വയ്ക്കുക. ബേസിക് ആയിട്ട് BF സ്കിന്നർ നമുക്കറിയാം ഒപ്പാർ ആൻഡ് കണ്ടീഷനിങ് അല്ലേ, അതായത് SR ടൈപ്പ് ആണ് അല്ലേ. ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിലാണ് റെസ്പോണ്ട് ഉണ്ടാവുള്ളൂ പാവ്ലോവും തോണ്ടയ്ക്കൊക്കെ അതിനെ സമ്മതിക്കുമ്പോൾ. ഒരു അജ്ഞാതമായിട്ടുള്ള സ്റ്റിമുലസോ അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റിമുലസ് ഇല്ലെങ്കിലും എന്താണ് റെസ്പോൺസ് ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ആരാണ്, സ്കിന്നറാണ് അല്ലേ. അത് ഓർത്ത് വയ്ക്കുക. ഇനി ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. ഏതാ, വെർബൽ ബിഹേവിയർ, ദ ബിഹേവിയർ ഓഫ് ദ ഓർഗാനിസം, ദെൻ നെക്സ്റ്റ് സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഇത് മൂന്നും കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ദ വെർബൽ ബിഹേവിയർ, ദ ബിഹേവിയർ ഓഫ് ദ ഓർഗാനിസം, ദെൻ നെക്സ്റ്റ് സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഇനി ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ അദ്ദേഹത്തിന് തീർന്നിട്ടില്ല, ഓർത്ത് വെക്കണം. ഞാൻ അതേ പറഞ്ഞ കാര്യം തന്നെ, പ്രവർത്തനാനുബന്ധം അല്ലെ, ഒപ്പാർ ആൻഡ് കണ്ടീഷനിങ്, അത് ഓർത്ത് വെക്കണം. SRന് പകരം RS ആണ്. റീഇൻഫോഴ്സ്മെന്റിന്, പ്രബലനത്തിനും റീഇൻഫോഴ്സ്മെന്റിനാണ് അവിടെ ഊന്നൽ നൽകുന്നത്. ഇനി അതായത് പ്രതികരണം, റെസ്പോൺസ് അല്ലെ, ചോദകം, സ്റ്റിമുലസ്, പ്രബലനം, റീഇൻഫോഴ്സ്മെന്റ് എന്ന ക്രമത്തിൽ പഠന പ്രക്രിയ നടത്തി. അതായത് റെസ്പോൺസ്, സ്റ്റിമുലസ്, റീഇൻഫോഴ്സ്മെന്റ് എന്ന രീതിയിലാണ് പഠന പ്രവർത്തനം നടന്നത്. ഇനി അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തിയത് എലിയിൽ, പ്രാവിലൊക്കെയാണ് അവിടെ എക്സ്പെരിമെന്റ് നടത്തി വെച്ചത്, അതൊന്ന് ഓർത്ത് വെച്ചോളാ. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളുക, തോണ്ടേക്ക് അല്ലെ. തോണ്ടേക്കിന്റെ പഠന നിയമം എന്ന് പറയുമ്പോൾ ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, അത് ഓർത്ത് വയ്ക്കണം കേട്ടോ. ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ശ്രമ പരാജയ സിദ്ധാന്തം, അല്ലെങ്കിൽ നമ്മൾ അതിനെ ബോണ്ട് തിയറി എന്ന് പറയും അല്ലെ. ബോണ്ട് തിയറി അല്ലെങ്കിൽ എന്താ, ബന്ധ സിദ്ധാന്തം എന്ന് പറയും, അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ബന്ധ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ, ശ്രമ പരാജയ സിദ്ധാന്തം. ഇനി ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളെ അനിമൽ ഇന്റലിജൻസ്, ഇതൊക്കെ ഒരു തവണ പ്രീവിയസ് ഇയർ AR ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. ദെൻ സൈക്കോളജി ഓഫ് ദ അരിത്തമെറ്റിക്, ദ ഹ്യൂമൻ ലേണിംഗ്. ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ കൃതികളെ, ഇത് മൂന്നെണ്ണം ഓർത്ത് വെക്കണം. അനിമൽ ഇന്റലിജൻസ്, ദ സൈക്കോളജി ഓഫ് ദ അരിത്തമെറ്റിക്, ദ ഹ്യൂമൻ ലേണിംഗ്. ഇനി പ്രശ്നപേടകത്തിലെ പൂച്ച അല്ലെ, ദ ക്യാറ്റ് ഇൻ ദ പസിൽ ബോക്സ്, ഇത് ഓർത്ത് വെച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളുക. ദെൻ നെക്സ്റ്റ് പാവ്ലോവ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെ. ഇവിടെ നമ്മൾ കണ്ടീഷൻ റിഫ്ലെക്സ്, സൈക്കോപാത്തോളജി ആൻഡ് സൈക്കാട്രി തുടങ്ങിയൊക്കെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൃതികളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്, അത് ഓർത്ത് വയ്ക്കണം. ഇനി വിശക്കുന്ന നായയ്ക്ക് ഇറച്ചിപ്പൊടി കൊടുത്ത അദ്ദേഹത്തിന് ആ ഒരു എക്സ്പെരിമെന്റ്, അത് ഓർത്ത് വയ്ക്കുക. ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെ, പൗരാണിക അനുബന്ധന സിദ്ധാന്തം, അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കണം. തിയറി ഓഫ് കണ്ടീഷനിങ് അല്ലെ, അനുബന്ധ സിദ്ധാന്തം, അത് ഓർത്ത് വയ്ക്കുക. ഇനി അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട കൃതികൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇനി ഇദ്ദേഹം എന്ന് പറയുന്നത് വ്യവഹാര മനഃശാസ്ത്രം, ബിഹേവിയറലിസ്റ്റിൽ ആദ്യത്തെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയ ഒരു വ്യക്തിയാണ് അല്ലെ, അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന അവിടെ എടുത്ത് പറയുന്നത്. ഇനി ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വാട്സൺ, JB വാട്സൺ എന്ന് പറയുമ്പോൾ വ്യവഹാര മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് അല്ലെ, അതായത് ഫാദർ ഓഫ് ദ സൈക്കോളജി, അതായത് ഫാദർ ഓഫ് ദ ബിഹേവിയർ സ്കൂൾ ഓഫ് സൈക്കോളജി അല്ലെ, അത് ഓർത്ത് വയ്ക്കണം. വ്യവഹാര മനഃശാസ്ത്ര ശാഖയ്ക്ക് സൈദ്ധാന്തിക അടിത്തറ നൽകിയ വ്യക്തി കൂടിയാണ്. അതുകൂടാതെ വ്യവഹാര മനഃശാസ്ത്രത്തിന്റെ പിതാവാണ്.
ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓർത്ത് വയ്ക്കുക. ബിഹേവിയറിസം, സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദ ബിഹേവിയറിസ്റ്റ്, ബിഹേവിയർ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കമ്പാരിറ്റീവ് സൈക്കോളജി, ഇത്ര ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സുകളാണ് കുഞ്ഞ് ആൽബർട്ട്, ലിറ്റിൽ ആൽബർട്ട്. ഇത് വളരെ കുറച്ചുകൂടി അദ്ദേഹത്തിന് കുറെ ചീത്തപ്പേരും കുറെ ഇതൊക്കെ കേൾപ്പിച്ച ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ ലിറ്റിൽ ആൽബർട്ട് എന്ന് പറയുന്ന ഒരു പരീക്ഷണം. കുറെ വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ടുള്ള ഇതാണ്. ദ നെക്സ്റ്റ് വെളുത്ത എലിയെ, മുയലിനെ, കുരങ്ങിനെ, മുഖം മൂടിയെ അല്ലെങ്കിൽ കത്തുന്ന കടലാസിനെ തൊടാൻ ശ്രമിക്കുമ്പോൾ ഭീതിജനകമായിട്ടുള്ള ശബ്ദം കേൾപ്പിച്ച് നടത്തിയ ഒരു പരീക്ഷണം. ദ നെക്സ്റ്റ് ചുവന്ന ബൾബ് കത്തിയ ഉടനെ ആടിന്റെ കാലിൽ ഷോക്ക് നൽകിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ദ നെക്സ്റ്റ് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിയിൽ മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് പിയാഷെ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു എന്താണ് കുമ്പിടി പോലെയാണ് എല്ലായിടത്തും ഉണ്ട് പിയാഷെ. ഓക്കെ, പിയാഷെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചില്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ പിയാഷയുടെ കുറച്ച് കൃതികളാണ് അവിടെ ഓർത്ത് വയ്ക്കേണ്ടത്. അതായത് മോറൽ ജഡ്ജ്മെന്റ് ഓഫ് ദ ചൈൽഡ്, the new methods, the psychological foundation, the modern education, the child's conception of the numerous, the origins of the intelligence in the children. The next കഴിഞ്ഞിട്ടില്ല, the child's construction of the reality, the next the growth of the logical thoughts, the science of education and the psychology of the child, the understand is to invent, sociological studies. ഇത്രയും അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഇത് കറക്റ്റായിട്ട് ഇവിടെ പഠിച്ചു പോവുക. കാരണം ഇതൊക്കെ TTCയുടെ നമ്മുടെ DLED ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. കാരണം DLED ടെക്സ്റ്റ് അരിച്ച് വരച്ച് പഠിച്ചാലാണ് നമുക്ക് K1 K2 ഒക്കെ നമുക്ക് പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് അവിടെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിനായിട്ട് നമുക്കറിയാം എന്താ കേറ്ററ്റ് സർവീസ് ടീച്ചേഴ്സിൻ്റെ എക്സാം കഴിഞ്ഞു അല്ലേ. ഈ വീക്കിൽ തന്നെ നമുക്ക് അടുത്ത കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രതീക്ഷിക്കാം എന്നല്ല, ആണ്. ഓക്കെ, ഉടനെ തന്നെ കേറ്ററ്റിൻ്റെ ഇത് വരും. അപ്പോൾ നമുക്കൊരു 45 days ഉണ്ട്. നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്താണ് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് 45 days ഒരു കേറ്ററ്റിൻ്റെ ടൈം ടേബിൾ നമ്മളിവിടെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് സൈക്കോളജി, അതുകൂടാതെ ഇംഗ്ലീഷ്, മലയാളം, EVS, മാത്സ്, ഇങ്ങനെ നമ്മൾ എന്താണ് ഓരോ കാര്യങ്ങൾ K1ൻ്റെ ടൈം ടേബിൾ ആണിത്. അപ്പോൾ K1 മാത്രമല്ല K2വിൻ്റെ ഒക്കെ നമുക്ക് K4ൻ്റെ K3യുടെ ഒക്കെ നമുക്ക് ടൈം ടേബിൾ 45 days സെറ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് നമ്മളിവിടെ പഠിച്ചു തുടങ്ങും. ദെൻ നെക്സ്റ്റ് ഡേ 1, 2, 3, 4, 5, 6. അപ്പോൾ ഇങ്ങനെ ഓരോ ടോപ്പിക്സുകളാണ് ഇവിടെ പഠിക്കുന്നത്. ഒത്തിരി ഒന്നും നമുക്ക് അങ്ങനെ പഠിക്കാനില്ല. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇംഗ്ലീഷ്, സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, EVS, മാത്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ പഠിച്ചു പോകുന്നത്. ഓക്കെ, ഓരോ ദിവസം അങ്ങനെ 5-6 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 7ാമത്തെ ദിവസം ഒരു റിവിഷൻ. അതായത് ആ 7 ദിവസം പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് എക്സാം ആയിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കും റിവിഷൻ കഴിഞ്ഞിട്ട്. ദെൻ നെക്സ്റ്റ് ഓരോ ദിവസവും കറക്റ്റ് അപ്ഡേഷൻസും എൻ്ററിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇന്ന് എന്താണ് പഠിക്കേണ്ടത്, പിന്നെ അതുകൂടാതെ വിത്ത് പോൾ, പഠിക്കേണ്ട ഭാഗമായിട്ട് റിലേറ്റ് ചെയ്ത പോള്, വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ വീക്കിലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, സൈക്കോളജി, മെയിൻ സബ്ജക്റ്റുകൾസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ലൈവ്, അതായത് നമുക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഇതൊക്കെ തന്നെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ വീക്കിലി എക്സാംസുകളും നമുക്ക് ഇതിനവിടെ തന്നെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ എന്താണ് പഠിച്ചു തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യ ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ CCയിൽ അത് ഫ്രീഡം ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ LPUP, കേറ്ററ്റ്, VHSC, NVT തുടങ്ങിയതിന് എസ്പെഷ്യലി നമ്മുടെ കേറ്ററ്റ് അല്ലേ, കേറ്ററ്റിന് നമുക്ക് ഇവിടെ ബാച്ച് ഇവിടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ ഇവിടെ പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അധ്യാപക സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ CCയിലൂടെ ആരംഭിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ അതേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. നമുക്ക് ഓഫർ ഉണ്ട്, അപ് ടു 30% വരെ ഓഫർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആ ഒരു സ്ട്രക്ചറിന് യാതൊരു വ്യത്യാസമില്ല. പഠനം എന്ന് പറയുന്നത് ഏറ്റവും എന്താണ് മൂല്യവത്തായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതിന് തന്നെയാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്വാളിഫൈ ആവുക എന്നുള്ളത് ഒറ്റ ലക്ഷ്യം നിങ്ങൾക്കുണ്ട്. ഇങ്ങോട്ടേക്ക് പോരുക, യാതൊരു വിധ ഡൗട്ടും വേണ്ട, പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. എല്ലാ ടീച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് 45 days ആ ഒരു ക്രാഷ് ബാച്ചാണ് ഇവിടെ ആരംഭിക്കുന്നത്. വളരെ ഇൻറ്റൻസീവായിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മളിവിടെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 8590835568 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ മറക്കരുത്, സർവീസിലിരിക്കുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്വാളിഫൈ ആയിട്ടില്ല എന്നോർത്ത് യാതൊരു വിധ വിഷമവും വേണ്ട. നമുക്ക് നെക്സ്റ്റ് കേറ്ററ്റ് എക്സാമിൽ നമുക്ക് എന്ത് തന്നെ എന്നാലും നമുക്ക് പാസ്സായി എടുക്കാം. ദൃഢനിശ്ചയമുള്ളവർ അല്ലെങ്കിൽ ദൃഢനിശ്ചയം എടുത്തിട്ട് നമുക്ക് ഇടയ്ക്ക് പോരും കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.